നമ്മുടെ തേർഡ് മോഡ്യൂളിൽ നമുക്ക് സോഴ്സസ് ഓഫ് എനർജിക്കകത്ത് കുറച്ച് ഫ്യൂവൽസ് പഠിക്കാനുണ്ട്. അതിലാദ്യം പഠിക്കാനുള്ളതാണ് കോൾ എന്ന് പറയുന്നത്. സോ എന്താണ് കോള്? കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി കാർബണേഷ്യസ് മാറ്ററാണ്. കാർബൺ കണ്ടൻറ്റ് ഒരുപാട് കൂടുതലുള്ളൊരു മാറ്ററാണ് കോൾ എന്ന് പറയുന്നത്. ഈ കോൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഈ പ്ലാന്റ്സ് പോലെയുള്ള വെജിറ്റബിൾ മാറ്റർ അതിൻ്റെ ഓൾട്രേഷൻ, ചില ഫേവറബിൾ കണ്ടീഷൻസിൽ അതിന് മാറ്റങ്ങളുണ്ടാവും. അതിന് ഓൾട്രേഷൻസ് സംഭവിച്ച് ഫോം ചെയ്യുന്നതാണ് കോൾ എന്ന് പറയുന്നത്. സോ കോളിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, അതുപോലെ നോൺ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള ഇനോർഗാനിക് മാറ്റർ, ഇതൊക്കെയാണ് കോളിനകത്ത് ഉള്ളത്. സോ വാട്ട് ഈസ് കോൾ? കോൾ എന്ന് പറയുന്നത് വെജിറ്റബിൾ മാറ്ററിന്, ചില വെജിറ്റബിൾ മാറ്റർ, പ്ലാന്റ്സ് പോലെയുള്ള വെജിറ്റബിൾ മാറ്ററിന് ചില ഫേവറബിൾ കണ്ടീഷൻസിൽ ഓൾട്രേഷൻസ്, മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുണ്ടാകുന്ന കാർബൺ കണ്ടൻറ്റ് ഒരുപാട് കൂടുതലുള്ള ഹൈലി കാർബണേഷ്യസ് ആയിട്ടുള്ള മാറ്ററാണ് കോൾ എന്ന് പറയുന്നത്. ഈ കോളിനകത്തുള്ള എന്നൊക്കെയാണ് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ. ഇതിനൊക്കെ പുറമെ നോൺ കമ്പസ്റ്റബിൾ ഇനോർഗാനിക് മാറ്ററാണ് കോളിനകത്ത് ഉള്ളത്. ഇപ്പം കോളിൻ്റെ ഒറിജിൻ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ജിയോളജിസ്റ്റുകൾ 2 തിയറിയാണ് പ്രപ്പോസ് ചെയ്തേക്കുന്നത്. തിയറിയുടെ പേരൊന്ന് ഓർത്തിരിക്കുക. ഈ തിയറി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് കോൾ എന്ന് പറയാൻ പറ്റണം. തിയറിയുടെ പേര് ഒന്ന് ഇൻസിറ്റു തിയറി. ഇൻസിറ്റു തിയറി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റേഷൻ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ തന്നെയാണ് കോൾ ഫോർമേഷൻ നടക്കുന്നത് എന്നാണ് ഇൻസിറ്റു തിയറി പറയുന്നത്. വെജിറ്റേഷൻ ഉണ്ടായിരുന്നിടത്ത് തന്നെയാണ് കോൾ ഫോർമേഷൻ നടക്കുന്നതെന്നാണ് ഇൻസിറ്റു തിയറി പറയുന്നത്. രണ്ടാമത്തെ തിയറിയാണ് ഡ്രിഫ്റ്റ് തിയറി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ തിയറി. ഈ ഡ്രിഫ്റ്റ് തിയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ടോപ്പിക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പേരൊന്ന് ഓർത്തിരിക്കുക. ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ തിയറി. ഇതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീസൊക്കെ എന്നാ ചെയ്യും? പിഴുതെടുക്കപ്പെടും. എന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക്, ഇപ്പോൾ റിവേഴ്സൊക്കെ ഒഴുകുന്ന വഴിയിൽ, ഇപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ ഫ്ലഡൊക്കെ വരുന്ന വഴിക്ക് എന്ത് പറ്റും? ഈ ട്രീസിനെയൊക്കെ എന്ത് ചെയ്യും? അപ്രൂട്ട് ചെയ്യും. പിഴുതെടുത്തോണ്ടെങ്കിൽ പോരും. അപ്പം ട്രീസും വെജിറ്റേഷനും ഒക്കെ അപ്രൂട്ട് ചെയ്യപ്പെട്ടിട്ട് അത് വലിയ ലേക്സിലേക്കൊക്കെ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യപ്പെടും. ഈ റിവേഴ്സൊക്കെ എന്ത് ചെയ്യും? ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. അവിടെ എന്നാ പറ്റും? ഈ ലേക്കിലൊക്കെ ഇത് വന്ന് അടിഞ്ഞടിഞ്ഞടിഞ്ഞ് ഇത് ഫില്ലായിക്കൊണ്ടിരിക്കും. അങ്ങനെ ലാർജ് പൈൽ ഓഫ് വുഡ് അവിടെ വരും. കുറേ വുഡ് വന്നു കഴിയുമ്പോൾ എന്നാ പറ്റും? ഇത് പിന്നീട് മണ്ണുമൊക്കെ വന്ന് വീണങ്ങ് മൂടിപ്പോകും. അങ്ങനെ ഇത് അണ്ടർഗ്രൗണ്ടിലാവും. അണ്ടർഗ്രൗണ്ടിലായി കഴിയുമ്പോൾ എന്നാ പറ്റും? ഇതിൻ്റെ പുറത്ത് വന്ന് മണ്ണ് വന്ന് മൂടി കഴിയുമ്പോൾ എന്നാ പറ്റും? ഹൈ ടെമ്പറേച്ചർ കാണും, ഹൈ പ്രഷർ കാണും, അതുപോലെ ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ല. സോ ആ കണ്ടീഷൻസ് ഒക്കെ ഫേവറബിൾ കണ്ടീഷൻസ് ആണ് പറയുന്നത്. അണ്ടർ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും ആവും. ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ല, ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. അതുപോലെ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ട്. അണ്ടർഗ്രൗണ്ടിലാണ് ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ട്. ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ എന്നാ പറ്റും? കുറേ സമയം, വർഷങ്ങളോളം കഴിയുമ്പോഴത്തേക്കും സെല്ലുലോസ് മെറ്റീരിയലിന് ഡീകമ്പോസിഷൻ ഉണ്ടാവും. ഈ വുഡിനകത്തുള്ള സെല്ലുലോസ് മെറ്റീരിയലിന് ഗ്രാജുവൽ ഡീകമ്പോസിഷൻ ഉണ്ടാവും. അങ്ങനെ ഡീകമ്പോസിഷൻ ഉണ്ടായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും ഒക്കെ പതുക്കെ ലിബറേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് കോള് ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് വർഷം കഴിയുമ്പോഴാണ് കോള് ഫോം ചെയ്യുന്നത്. സോ കോൾ ഫോർമേഷനെ പറ്റി രണ്ടാമത്തെ തിയറി പറയുന്നതാണ് ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ തിയറി. ഇപ്പോൾ ഈ റിവറൊക്കെ ഒഴുകുന്ന വഴിക്ക് വെജിറ്റേഷൻ അല്ലെങ്കിൽ ട്രീസിനെയൊക്കെ അപ്രൂട്ട് ചെയ്ത് ഒരു ലേക്കിലേക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്ന് കഴിയുമ്പം എന്ത് പറ്റും? കുറേ നാളിതിങ്ങനെ വന്നു കഴിയുമ്പം ആ ലേക്ക് അല്ലെങ്കിൽ ഡിപ്രഷൻ ഫില്ലായി അതിൻ്റെ മുകളിൽ മണ്ണ് വന്നടിയും. മണ്ണ് വന്നടിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത് അണ്ടർഗ്രൗണ്ടിലാവും. ഈ വുഡ് എന്ന് പറയുന്നത് ഒരുപാട് വുഡ് കൊണ്ടിരുന്നുണ്ട്, ആ വുഡ് അണ്ടർഗ്രൗണ്ടിലാവും. അപ്പം എന്നാ സംഭവിക്കും? ഈ വെജിറ്റേഷൻ അല്ലെങ്കിൽ വുഡ് അണ്ടർഗ്രൗണ്ടിലാവുമ്പം അവിടെ ഹൈ ടെമ്പറേച്ചറും ആവും, ഹൈ പ്രഷർ ആവും, അതുപോലെ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, പ്രസൻസ് ഓഫ് ബാക്ടീരിയ, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വുഡിനകത്തെ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പം വുഡിനകത്തെ സെല്ലുലോസിന് ഡീകമ്പോസിഷൻ നടക്കും. ഡീകമ്പോസിഷൻ നടന്നിട്ട് എന്ത് പറ്റും? കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും ഒക്കെ ഇത് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പതുക്കെ ഒരു ഗ്രാജുവൽ ചേഞ്ച് വന്നിട്ടാണ് കോള് ഫോം ചെയ്യുന്നത്. നമ്മളിനി നോക്കുന്നത് കോളിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. കോളിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കോളിൻ്റെ റാങ്ക് വെച്ചിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ വുഡിൽ നിന്ന് എന്തുമാത്രം ഓൾട്രേഷൻ നടന്നു, റാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് വുഡിൽ നിന്ന് എന്തുമാത്രം ഓൾട്രേഷൻ നടന്നു, അല്ലെങ്കിൽ പേരൻ്റ് മെറ്റീരിയലായ വുഡിൽ നിന്ന് എന്തുമാത്രം ക്വാളിഫിക്കേഷൻ നടന്നു, അതിനെ വെച്ചിട്ടാണ് നമ്മൾ കോള് ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് വുഡ് എന്തുമാത്രം മാറി അത് വെച്ചിട്ടാണ് നമ്മൾ കോളിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? റാങ്ക് എന്ന് പറയുന്നത്
വുഡിൽ നിന്ന് എന്തുമാത്രം മാറ്റം വന്നു, വുഡിൽ നിന്നും എന്തുമാത്രം ഓൾട്രേഷൻ വന്നു, അത് വെച്ചിട്ടാണ് നമ്മൾ കോളിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അപ്പം വുഡ് ആദ്യം എന്തായിട്ട് മാറും? വുഡ് ആദ്യം പീറ്റായിട്ട് മാറും. വുഡിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ നമ്മൾ പറയുന്നത് വുഡ് ഫസ്റ്റ് ചേഞ്ച് ആവുന്നത് പീറ്റായിട്ടാണ്. പീറ്റ് പിന്നീട് ലിഗ്നൈറ്റ് ആവും. പീറ്റിൻ്റെ കുറച്ചും കൂടെ ക്വാളിഫിക്കേഷൻ നടന്നാൽ നമ്മൾ പറയുന്നത് എന്താ? ലിഗ്നൈറ്റ്. സോ വുഡിന് ക്വാളിഫിക്കേഷൻ നടന്ന് പീറ്റ്, ക്വാളിഫിക്കേഷൻ കുറച്ചും കൂടെ നടന്നാൽ ലിഗ്നൈറ്റ്, കുറച്ചും കൂടെ നടന്നാൽ ബിറ്റുമിനസ് കോള്, ഏറ്റവും ക്വാളിഫിക്കേഷൻ നടന്ന ഫോമാണ് ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. സോ വുഡിൽ നിന്നും പീറ്റ്, വുഡ് പീറ്റാവും, പീറ്റ് ലിഗ്നൈറ്റ്, ലിഗ്നൈറ്റിൽ നിന്നും ബിറ്റുമിനസ് കോള്, ബിറ്റുമിനസ് കോളിൽ നിന്നും ക്വാളിഫിക്കേഷൻ നടന്നതാണ് ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. ഓർഡർ ഓർത്തിരിക്കുക. വുഡിന് ക്വാളിഫിക്കേഷൻ നടക്കുമ്പം ഏതൊക്കെ ഇതിലാണ് മാറുന്നത്? അതായത് പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോള്, ആന്ത്രസൈറ്റ്. വുഡിന് ക്വാളിഫിക്കേഷൻ നടക്കുന്ന റാങ്ക് വെച്ചിട്ട് പറഞ്ഞാൽ വുഡ്, പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോള്, ആന്ത്രസൈറ്റ്. വുഡിൽ നിന്നുള്ള ഈ ട്രാൻസ്ഫർമേഷൻ നടക്കുമ്പം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ബേസിക്കലി മോയ്സ്ചർ കണ്ടൻറ്റ് കുറഞ്ഞു വരും. അതായത് വുഡിൽ നിന്ന് പീറ്റ്, പീറ്റിൽ നിന്ന് ലിഗ്നൈറ്റ്, ലിഗ്നൈറ്റിൽ നിന്ന് ബിറ്റുമിനസ് കോള്, ബിറ്റുമിനസ് കോളിൽ നിന്ന് ആന്ത്രസൈറ്റ്. ഈ ട്രാൻസ്ഫർമേഷൻ നടക്കുമ്പം ഓരോ ട്രാൻസ്ഫർമേഷൻ കഴിയുമ്പോഴും മോയ്സ്ചർ കണ്ടൻറ്റ് കുറഞ്ഞു വരും. അതുപോലെ തന്നെ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ ഇതിൻ്റെ എല്ലാം കണ്ടൻറ്റ് കുറഞ്ഞു വരും. മോയ്സ്ചർ കണ്ടൻറ്റ് കുറയും. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ ഇതിൻ്റെയൊക്കെ കണ്ടൻറ്റ് കുറഞ്ഞു വരും. കാർബണിൻ്റെ കണ്ടൻറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഈ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോസസ്സിൽ കാർബൺ കണ്ടൻറ്റ് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ വോളറ്റൈൽ മാറ്ററിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു വരും. വോളറ്റൈൽ മാറ്ററിൻ്റെ കണ്ടൻറ്റും കുറഞ്ഞു വരും. അപ്പോൾ കുറയുന്ന എന്നൊക്കെയാണെന്ന് ഓർത്ത് നോക്കിയേ. ആദ്യം പറഞ്ഞു മോയ്സ്ചർ കണ്ടൻറ്റ് കുറയുമെന്ന് പറഞ്ഞു. പിന്നെ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ ഇതിൻ്റെയൊക്കെ കണ്ടൻറ്റ് കുറയും. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ ഇതിൻ്റെയൊക്കെ കണ്ടൻറ്റ് കുറയും. പിന്നെ വോളറ്റൈൽ മാറ്ററിൻ്റെ കണ്ടൻറ്റ് കുറയും. കൂടുന്നത് കാർബണിൻ്റെ കണ്ടൻറ്റ് കൂടും. കാലോറിഫിക് വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് കാർബൺ കണ്ടൻറ്റ് കൂടും, കാലോറിഫിക് വാല്യൂ കൂടിക്കൊണ്ടിരിക്കും, ഹാർഡ്നെസ്സും കൂടിക്കൊണ്ടിരിക്കും. അപ്പം സമയം കഴിയും തോറും, വർഷങ്ങൾ കഴിയും തോറും കാർബൺ കണ്ടൻറ്റ് കൂടും, കാലോറിഫിക് വാല്യൂ കൂടും, ഹാർഡ്നെസ് കൂടിക്കൊണ്ടിരിക്കും. കുറയുന്നത് മോയ്സ്ചർ കണ്ടൻറ്റ് കുറയും. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ ഇതിൻ്റെയൊക്കെ കണ്ടൻറ്റ് കുറയും. വോളറ്റൈൽ മാറ്ററിൻ്റെ കണ്ടൻറ്റ് കുറയും. ഇനി നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ പീറ്റ് എടുത്താൽ, പീറ്റ് എന്ന് പറയുന്നത് ബ്രൗൺ നിറത്തിലുള്ള ഒരു ഫൈബറസ് ജെല്ലി ലൈക്ക് മാസാണ്. പീറ്റ് എന്ന് പറയുന്നത് ബ്രൗൺ നിറത്തിലുള്ള ഫൈബറസ് ജെല്ലി ലൈക്ക് മാസാണ്. ഇത് വുഡിൻ്റെ ക്വാളിഫിക്കേഷനകത്തെ ഫസ്റ്റ് സ്റ്റേജാണ് പീറ്റ് എന്ന് പറയുന്നത്. വുഡിൻ്റെ ക്വാളിഫിക്കേഷനകത്തെ ഫസ്റ്റ് സ്റ്റേജാണ് പീറ്റ് എന്ന് പറയുന്നത്. അതൊരു ബ്രൗൺ കളറ് ഫൈബറസ് ജെല്ലി ലൈക്ക് മാസാണ്. പക്ഷേ ഇത് അൺഎക്കണോമിക്കൽ ഫ്യൂവലാണ്. ഇത് ഒട്ടും എക്കണോമിക്കൽ അല്ല, അൺഎക്കണോമിക്കൽ ആയിട്ടൊരു ഫ്യൂവലാണ് ഏത് പീറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താ? പീറ്റിനകത്ത് 80 to 90% വാട്ടറാണ്. പീറ്റിനകത്ത് 80 to 90% വാട്ടറാണ്. പക്ഷെ 1-2 മാസം എയർ ഡ്രൈയിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പീറ്റ് നന്നായിട്ട് ബേൺ ചെയ്യും. 1-2 മാസം എയർ ഡ്രൈയിങ് ചെയ്താൽ പീറ്റ് നന്നായിട്ട് ബേൺ ചെയ്യും. പീറ്റിൻ്റെ കാലോറിഫിക് വാല്യൂ എത്രയാണ്? പീറ്റിൻ്റെ കാലോറിഫിക് വാല്യൂ 5400 കിലോ കാലറീസ് പെർ കിലോഗ്രാം ആണ്. പീറ്റിൻ്റെ കാലോറിഫിക് വാല്യൂ 5400 കിലോ കാലറീസ് പെർ കിലോഗ്രാം ആണ്. ഇന്ത്യയിൽ പീറ്റ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് നീലഗിരി ഹിൽസിലാണ്. ഇന്ത്യയിൽ പീറ്റ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് എവിടെയാണ്? നീലഗിരി ഹിൽസിലാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലിഗ്നൈറ്റ് ആണ്. അടുത്തത് നോക്കാനുള്ളത് ലിഗ്നൈറ്റ് ആണ്. ലിഗ്നൈറ്റ് അറിയപ്പെടുന്നത് ബ്രൗൺ കോൾ എന്നാണ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ്. സോ ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന ഏതാണ്? അത് ലിഗ്നൈറ്റ് ആണ്. ലിഗ്നൈറ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ്, ഒരു ബ്രൗൺ കളേർഡ് വെറൈറ്റി ആണ്. സോഫ്റ്റ് ആയിട്ടുള്ള ബ്രൗൺ കളേർഡ് വെറൈറ്റി ആയിട്ടുള്ള കോളാണ് ലിഗ്നൈറ്റ്. ലിഗ്നൈറ്റ് ബ്രൗൺ കോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ലിഗ്നൈറ്റിനകത്ത് 20 to 60% മോയ്സ്ചർ ആണ്. ലിഗ്നൈറ്റിനകത്ത് എത്ര പെർസെൻറ്റേജാണ് മോയ്സ്ചർ? 20 to 60% ആണ് മോയ്സ്ചർ. അതുപോലെ ലിഗ്നൈറ്റ് ബേൺ ചെയ്യുന്നത് ലോങ് സ്മോക്കി ഫ്ലെയിമോട് കൂടിയാണ്. ലിഗ്നൈറ്റ് ബേൺ ചെയ്യുന്നത് ലോങ് സ്മോക്കി ഫ്ലെയിമോട് കൂടിയാണ്. ലിഗ്നൈറ്റിൻ്റെ കാലോറിഫിക് വാല്യൂ പീറ്റിനേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ്. ലിഗ്നൈറ്റിൻ്റെ കാലോറിഫിക് വാല്യൂ 6500 മുതൽ 7100 വരെ കിലോ കാലറീസ് പെർ കിലോഗ്രാം ആണ്. ലിഗ്നൈറ്റിൻ്റെ കാലോറിഫിക് വാല്യൂ എത്രയാണ്? 6500 to 7100 കിലോ കാലറീസ് പെർ കിലോഗ്രാം ആണ്.
ഇനി ലിഗ്നൈറ്റ് യൂസ് ചെയ്യുന്നത് ഹൗസ് ഹോൾഡ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യും, സ്റ്റീം റൈസിങ്ങിന് സ്റ്റീം ഉണ്ടാക്കാൻ യൂസ് ചെയ്യും, ഹൗസ് ഹോൾഡ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യും, അതുപോലെ പ്രൊഡ്യൂസർ ഗ്യാസിൻ്റെ മാനുഫാക്ചറിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട്. ലിഗ്നൈറ്റ് പ്രൊഡ്യൂസർ ഗ്യാസിൻ്റെ മാനുഫാക്ചറിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. ലിഗ്നൈറ്റ് കാണപ്പെടുന്ന സ്ഥലങ്ങൾ ആസാം, കാശ്മീർ, രാജസ്ഥാൻ, മദ്രാസ്. ആസാം, കാശ്മീർ, രാജസ്ഥാൻ, മദ്രാസ്. മദ്രാസിലെ നെയ്വേലിയിലാണ് കാണപ്പെടുന്നത്. സോ ആസാം, കാശ്മീർ, രാജസ്ഥാൻ, മദ്രാസ് എന്നിവിടങ്ങളിൽ ലിഗ്നൈറ്റ് കാണപ്പെടുന്നു. അതിൽ തന്നെ മദ്രാസിലെ നെയ്വേലിയിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബിറ്റോളാണ്. ബിറ്റുമിനസ് കോൾ അറിയപ്പെടുന്ന പേരാണ് കോമൺ കോള്. ബിറ്റുമിനസ് കോൾ അറിയപ്പെടുന്ന പേരാണ് കോമൺ കോള്. ഇതിൻ്റെ കളർ എങ്ങനെയാണ്? പിച്ച് ബ്ലാക്ക് ടു ഡാർക്ക് ഗ്രേ കോളാണ്. പിച്ച് ബ്ലാക്ക് മുതൽ ഡാർക്ക് ഗ്രേ കളർ വരെ ആവാം ഇതിൻ്റെ കളർ എന്ന് പറയുന്നത്. സോ ഇത് അറിയപ്പെടുന്ന പേര് കോമൺ കോൾ എന്നാണ്. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ലാമിനേറ്റഡ് സ്ട്രക്ചറാണ്. പല ലെയറായിട്ട് ലാമിനേറ്റഡ് സ്ട്രക്ചറാണ് ബിറ്റുമിനസ് കോളിൻ്റെ. ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡൾ ലെയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ബിറ്റുമിനസ് കോൾ അറിയപ്പെടുന്ന പേര് കോമൺ കോൾ എന്നാണ്. പിച്ച് ബ്ലാക്ക് മുതൽ ഡാർക്ക് ഗ്രേ കളർ വരെയാണ് ഇതിൻ്റെ കളറ്. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ലെയേർഡ് സ്ട്രക്ചറാണ്. ലാമിനേറ്റഡ് സ്ട്രക്ചർ ഓഫ് ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡൾ ലെയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബിറ്റുമിനസ് കോളിനെ സബ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് 3ആയിട്ട്. ഒന്നാമത്തെയാണ് സബ് ബിറ്റുമിനസ് എന്ന് പറയുന്നത്. സബ് ബിറ്റുമിനസിൻ്റെ കളർ എന്താണ്? ബ്ലാക്ക് കളറായിരിക്കും. സബ് ബിറ്റുമിനസ് ബ്ലാക്ക് കളറായിരിക്കും. ഇത് സ്മൂത്ത് അപ്പിയറൻസ് ആയിരിക്കും, അതുപോലെ ഹോമോജീനിയസ് ആയിരിക്കും. ഇത് ഈ സബ് ബിറ്റുമിനസ് കോൾ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറായിരിക്കും, സ്മൂത്ത് അപ്പിയറൻസ് ആയിരിക്കും. അതിൻ്റെ അപ്പിയറൻസ് സ്മൂത്ത് ആയിരിക്കും, അതുപോലെ ഹോമോജീനിയസ് ആയിരിക്കും. ഇതിനകത്ത് മോയ്സ്ചർ ആൻഡ് വോളറ്റൈൽ കണ്ടൻറ്റ്, അതായത് ബിറ്റുമിനസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ തന്നെ ഏറ്റവും കൂടുതൽ മോയ്സ്ചർ ആൻഡ് വോളറ്റൈൽ കണ്ടൻറ്റ് ഇതിലാണുള്ളത്. ഇതിൻ്റെ കലോറിഫിക് വാല്യൂ എത്രയാണ്? 7000 കിലോ കാലറീസ് പെർ കിലോഗ്രാം. സോ ഇതിൻ്റെ കലോറിഫിക് വാല്യൂ 7000 കിലോ കാലറീസ് പെർ കിലോഗ്രാം ആണ്. ഇതിനകത്തെ കാർബൺ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 75 to 83% ആണ്. 75 to 83% കാർബണും 10 to 20% ഓക്സിജനുമാണ്. സോ സബ് ബിറ്റുമിനസ് കോള്, ബിറ്റുമിനസ് കോളിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ആദ്യത്തെയാണ് സബ് ബിറ്റുമിനസ് എന്ന് പറയുന്നത്. സബ് ബിറ്റുമിനസ് ബ്ലാക്ക് കളറാണ്, ഹോമോജീനിയസ് ആണ്, സ്മൂത്ത് അപ്പിയറൻസ് ആണ്, മോയ്സ്ചർ ആൻഡ് വോളറ്റൈൽ കണ്ടൻറ്റ് കൂടുതലാണ്. കലോറിഫിക് വാല്യൂ 7000 കിലോ കാലറി പെർ കിലോഗ്രാം ആണ്. കാർബൺ കണ്ടൻറ്റ് 75 to 83%, ഓക്സിജൻ 10 to 20%. അടുത്തത് പറയുന്നത് ഏതാണ്? ബിറ്റുമിനസ് കോളാണ്. അപ്പം ബിറ്റുമിനസ് കോളിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. സബ് ബിറ്റുമിനസ്, ബിറ്റുമിനസ്, സെമി ബിറ്റുമിനസ്, ഇതാണ് 3 ആദ്യത്തേതാണ് സബ് ബിറ്റുമിനസ്, രണ്ടാമത്തത് ബിറ്റുമിനസ് ആണ്. ബിറ്റുമിനസ് കോൾ എന്ന് പറഞ്ഞാൽ ബാൻഡഡ് അപ്പിയറൻസ് ആണ്. പല ബാൻഡുകളായിട്ടാണ് കാണുന്നത്. ബാൻഡഡ് അപ്പിയറൻസ് ആണ്. ഇതിനകത്തെ കാർബൺ കണ്ടൻറ്റ് 78 to 90% ആണ്. കാർബൺ കണ്ടൻറ്റ് 78 to 90% ആണ്. വോളറ്റൈൽ മാറ്റർ 20 to 45% ഉള്ളൂ. ഇതിൻ്റെ കലോറിഫിക് വാല്യൂ കുറച്ചുകൂടെ കൂടുതലാണ്, 8000 to 8500. അപ്പോൾ സബ് ബിറ്റുമിനസ് ആണ് 7000, ബിറ്റുമിനസ് ആണെങ്കിൽ 8000 to 8500 കിലോ കാലറി പെർ കിലോഗ്രാം ആണ്. ഇതെവിടെ യൂസ് ചെയ്യുന്നത്? ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യും. അതായത് മെറ്റലർജിക്കൽ കോക്ക്, കോൾ ഗ്യാസ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നതാണ് ബിറ്റുമിനസ് കോള്. പിന്നെ ഡൊമസ്റ്റിക് ഹീറ്റിങ്ങിനും യൂസ് ചെയ്യാറുണ്ട്. ഇനി സെമി ബിറ്റുമിനസ് എടുത്താൽ, സെമി ബിറ്റുമിനസിനകത്ത് കാർബൺ കണ്ടൻറ്റ് ഒരുപാട് കൂടുതലായിരിക്കും. 90 to 95% കാർബൺ ഉള്ളതാണ് സെമി ബിറ്റുമിനസ് കോൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് വോളറ്റൈൽ മാറ്റർ തീരെ കുറവായിരിക്കും. ഇത് യൂസ് ചെയ്യുന്നത് കോക്ക് മാനുഫാക്ചറിനാണ് യൂസ് ചെയ്യുന്നത്. കോക്ക് മാനുഫാക്ചറിന് ഇതിൻ്റെ കലോറിഫിക് വാല്യൂവും കൂടുതലാണ്. 8500 to 8600 കിലോ കാലറി പെർ കിലോഗ്രാം ആണ്. ബിറ്റുമിനസ് കോള് ഇന്ത്യയിൽ കാണപ്പെടുന്നത് ബീഹാർ, ബംഗാൾ, മധ്യപ്രദേശ്, ഒറീസ എന്നിവിടങ്ങളിലാണ്. ബീഹാർ, ബംഗാൾ, മധ്യപ്രദേശ്, ഒറീസ. ബിറ്റുമിനസ് കോളാണ് ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന കോള്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ബിറ്റുമിനസ് കോളാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 4th ടൈപ്പ് ആന്ത്രസൈറ്റ് ആണ്. ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത് ഹയസ്റ്റ് റാങ്ക് കോളാണ്. ഹയസ്റ്റ് റാങ്ക് കോളാണ് ആന്ത്രസൈറ്റ്. ഇതിനകത്തെ കാർബൺ കണ്ടൻറ്റ് ഒരുപാട് കൂടുതലാണ്. 90 to 98% കാർബൺ ഉണ്ട്. ആന്ത്രസൈറ്റിനകത്ത് കാർബൺ കണ്ടൻറ്റ് 90 to 98% ഉണ്ട്. അതുപോലെ വോളറ്റൈൽ മാറ്ററും മോയ്സ്ചർ കണ്ടൻറ്റും തീരെ കുറവായിരിക്കും. വോളറ്റൈൽ മാറ്ററും മോയ്സ്ചർ കണ്ടൻറ്റും തീരെ കുറവായിരിക്കും. ഇതിനകത്ത് വോളറ്റൈൽ മാറ്റർ 8%-ലും താഴെയായിരിക്കും. വോളറ്റൈൽ മാറ്റർ 8%-ലും താഴെയായിരിക്കും. അതുപോലെ ആന്ത്രസൈറ്റ് ആണ് ഏറ്റവും ഹാർഡായിട്ടുള്ള കോള്. ഏറ്റവും ഹാർഡായിട്ടുള്ള കോൾ ഏതാണ്? അത് ആന്ത്രസൈറ്റ് ആണ്.
ഇതിന് ഡെൻസിറ്റി കൂടുതലാണ്, ലസ്ട്രസ് ഇൻ അപ്പിയറൻസ് നോക്കിയാൽ ലസ്ട്രസ് ആയിരിക്കും. പിന്നെ ഇതിനകത്ത് സ്മോക്ക് ഇല്ലാതെ ഇത് ബേൺ ചെയ്യും. ഇത് ബേൺ ചെയ്യുന്നത് വിത്തൗട്ട് എനി സ്മോക്കാണ്. അതുപോലെ ഇൻറ്റൻസ് ലോക്കൽ ഹീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യും. ലോക്കൽ ഹീറ്റിംഗ് ഇൻറ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇത് കത്താൻ ബുദ്ധിമുട്ടാണ്, ഇഗ്നൈറ്റ് വിത്ത് ഡിഫിക്കൽട്ടി. ഇത് കത്താൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇത് സ്മോക്ക് ഇല്ലാതെ ബേൺ ചെയ്യും, ഇൻറ്റൻസ് ലോക്കൽ ഹീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യും. ഇതിൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് 8650 to 8700 കിലോ കാലറി പെർ കിലോഗ്രാം ആണ്. കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടുതലാണ്, 8650 to 8700 കിലോ കാലറി പെർ കിലോഗ്രാം ആണ്. ആഷ് കണ്ടൻറ്റും വളരെ കുറവായിരിക്കും. ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റീം റൈസിങ്, അതുപോലെ ഹൗസ് ഹോൾഡ് പർപ്പസ്, മെറ്റലർജിക്കൽ പർപ്പസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റീം റൈസിങ്, ഹൗസ് ഹോൾഡ് പർപ്പസ്, മെറ്റലർജിക്കൽ പർപ്പസ്. ഇത് കാണപ്പെടുന്ന എവിടേക്കാണ്? കാശ്മീരിലും ഈസ്റ്റേൺ ഹിമാലയാസിലുമാണ് ആന്ത്രസൈറ്റ് കാണപ്പെടുന്നത്. കാശ്മീരിലും ഈസ്റ്റേൺ ഹിമാലയാസിലുമാണ് ആന്ത്രസൈറ്റ് കാണപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള കോൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആന്ത്രസൈറ്റ് ആണ്. ഹൈ റാങ്ക് കോളാണ്. കാർബൺ കണ്ടന്റ് ഏറ്റവും കൂടുതലാണ്. അതുപോലെ വോളറ്റൈൽ മാറ്റർ ഏറ്റവും കുറവുമാണ്. കലോറിഫിക് വാല്യൂവും കൂടുതലാണ്. താങ്ക്